അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയെ ഞാൻ മക്കളുടെ ജീവിതത്തെ ഇന്നത്തെ ജീവിതത്തെ ആശീർവദിക്കുന്നു. ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദൗത്യങ്ങളെ ആശീർവദിക്കുന്നു. ഞാൻ മക്കളുടെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളെ ആശീർവദിക്കുന്നു. അതെല്ലാം പൂർത്തിയാക്കാനും രാത്രി സന്തോഷത്തോടെ തിരിച്ചു വരാനും നിലവിലുള്ള തടസ്സങ്ങളെയും ദോഷങ്ങളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. നിന്റെ എല്ലാ രേഖകളെയും ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ റവന്യൂ സ്ഥല ഇടപാട് രേഖകളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ വിദ്യാഭ്യാസ നൈപുണ്യ രേഖകളെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളെ
ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ കോടതി കേസുകളെ, നിനക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളെയും നിർവീര്യമാക്കാൻ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നീ ചിന്തയിലും നീ ചെയ്തു തീർക്കേണ്ട ജോലിയിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിലെ ആശ്വാസവും അയവും വരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീ തിരിച്ചു വരുന്നവരെ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളെയും, നിന്റെ ഒപ്പ് കടലാസിനെയും ഒപ്പിടുന്ന രേഖകളെയും കർത്താവ് നിനക്ക് തിന്മ വരാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ആലോചനകൾ, തീരുമാനങ്ങൾ, വിവാഹാലോചനകൾ, കോഴ്സിൻ്റെ തീരുമാനങ്ങൾ, ഏതൊരു രാജ്യത്ത് പോകണമെന്നുള്ള തീരുമാനങ്ങൾ, എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങൾ, എന്തുടുക്കും, എന്ത് ധരിക്കും, എന്ത് ഭക്ഷിക്കും എന്ന് മനുഷ്യൻ എന്നോ തീരുമാനിച്ചിരുന്നു. അതെല്ലാം കർത്താവ് റെഫർ ചെയ്ത പോലെ നിൻ്റെ തീരുമാനങ്ങളെ കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ വേദനകളുടെ മൂലകാരണങ്ങളും ആന്തരിക അവയവങ്ങളും ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്നെ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ നിൻ്റെ മക്കളിൽ നിന്ന്, മാതാപിതാക്കന്മാരിൽ നിന്ന്, നിൻ്റെ സഹോദരങ്ങളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, കച്ചവടക്കാരിൽ നിന്ന് നീ നേടുന്ന ഭീഷണികൾ കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ മുഴുവൻ വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യപ്പെടാൻ നിന്നെ പ്രാപ്തമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാമ്പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. മഹത്വത്തിൻ്റെ വാതിൽ എന്ന് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ? എല്ലാ അവസരങ്ങളും മഹത്വത്തിൻ്റെ വാതിലാണ്. നമ്മൾ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന കാനായിലെ കല്യാണം തന്നെ എടുത്താൽ അത് അവസാനിക്കണേ എങ്ങനെയാണ്? അങ്ങനെ കർത്താവിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന ആദ്യത്തെ അടയാളം കാനായിൽ സംഭവിച്ചു. അതെല്ലാവരും കണ്ട് വിശ്വസിച്ചു. അപ്പം അവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തിന് മഹത്വം കിട്ടുകയാണ് ചെയ്തത്. ചിലപ്പോൾ 1000 വാതിലുണ്ടാകാം, മഹത്വത്തിൻ്റെ വാതിൽ ചിലപ്പോൾ ഒന്നേ ഉണ്ടാകത്തുള്ളൂ. ആ വാതിലിൽ മുട്ടുന്നതാണ് ആധ്യാത്മിക വിവേചനം എന്ന് പറയണത്. നമ്മൾ ഡിസൈൻമെൻറ്റ് പറയത്തില്ലേ? നമുക്കിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുന്നതിനും ഓരോരോ വഴികളുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് മഹത്വത്തിൻ്റെ വഴികളുണ്ട്, അനുഗ്രഹത്തിൻ്റെ വഴികളുണ്ട്, അഭിവൃദ്ധിയുടെ വഴികളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് വഴികൾ ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് എറണാകുളത്ത് പോകണമെങ്കിൽ എനിക്ക് ഏറ്റവും ഡയറക്റ്റ് റൂട്ടുള്ളത് കലവൂർ ടു എറണാകുളമാണ്. വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. ചില സമയത്ത് എനിക്ക് കടലോരത്ത് എന്തെങ്കിലും തീരദേശത്ത് എന്തെങ്കിലും മിഷൻ ഉണ്ടെങ്കിൽ ഞാൻ തീരദേശത്തെ റൂട്ട് എടുത്തിട്ട് പിന്നെ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി തീരദേശ റൂട്ട് തന്നെ എടുക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പാടുള്ള റൂട്ടാണ്, സമയമെടുക്കും കുറച്ച്. പക്ഷേ എനിക്ക് അർത്തെങ്കിലും കണ്ണമാലിലും കയറാൻ പറ്റുമല്ലോ, പുണ്യാളന്മാരെ കണ്ട് ലൈഫ് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ വഴി എടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് വേറെ വഴി എടുക്കാം, അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും അല്ലെങ്കിൽ വഴികൾ തന്നെയായിരിക്കും അത്. പക്ഷെ അതിൻ്റെ അകത്ത് ദൈവം കക്ഷിയാകണമെന്നില്ല. അപ്പോൾ എപ്പോഴും ദൈവത്തെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് വേണം മഹത്വത്തിൻ്റെ, അത് ആണ് മഹത്വത്തിൻ്റെ വഴികളെന്ന് പറഞ്ഞു. മറിയ അതാണ് ചെയ്യണത്. ആ വിഷയം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ യേശുവിനെ മാറ്റി നിർത്തി ആ വിഷയം കൈകാര്യം ചെയ്യാം, സോൾവ് ചെയ്യാം. പക്ഷെ യേശുവിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ വിഷയം സോൾവ് ചെയ്യാനാണ് മറിയത്തിൻ്റെ സ്പിരിച്വാലിറ്റി പറയണത്. എന്തിനാണ് കാര്യം? അതിൻ്റെ അകത്ത് ദൈവം മഹത്വപ്പെടും. 1000 വാതിൽ തുറക്കാൻ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിൽ പ്രവേശിക്കാൻ അനേകം വാതിലുണ്ടാകാം. പക്ഷെ മഹത്വത്തിൻ്റെ വാതിൽ ഒന്ന് മാത്രമായിരിക്കും. അത് തുറക്കാൻ ഇതിന് പാടുമായിരിക്കും. പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ
എന്താ സംഭവിക്കണത്? ദൈവം മഹത്വപ്പെടും. അപ്പോൾ ഞാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ, ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന് ആ അവസരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ വിഷയം ദൈവത്തിൽ സമർപ്പിക്കുന്നത്. അതാണ് മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാണ്? യേശുവിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാണ്? മറിയമാണ്. ആ കനായിലെ വിഷയത്തിൽ യേശു ഉൾപ്പെടുത്തിയപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരം മറിയം കൊടുക്കുകയാണ്. അതാണ് ലോകത്തിനെ പരിചയപ്പെടുത്തുന്നതും വചനം വയറ്റി സ്വീകരിച്ചതും പെറ്റു വളർത്തിയതും പരിപക്വമായപ്പോൾ ലോകത്തിന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ സഹായിക്കുന്നതും എല്ലാം മറിയമാണ്. അതുകൊണ്ടാണ് മറിയം നമുക്ക് മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുന്നത്. ഈ സബ്ജക്റ്റിൻ്റെ പേര് മറിയം മഹത്വത്തിൻ്റെ മധ്യസ്ഥയാണ്. നന്ദി മാതാവേ, നന്ദി. പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ മാതാവിനും ഉണ്ണീശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് രഹ്ന, ഇതെൻ്റെ അമ്മ ജാൻസി. ഞാൻ വരുന്നത് പള്ളിത്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 19 വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ചേച്ചി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. ഞങ്ങളുടെ വീട്ടിൽ നല്ല കഷ്ടപ്പാടായിരുന്നു. എൻ്റെ അപ്പന് പണിയില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്തു പോയി വിദേശത്ത് ജോലി കിട്ടണം, എന്നാലേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ വെച്ചത് എനിക്ക് ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് അത്രത്തോളം എക്സ്പീരിയൻസോ 2 ഇയർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുറത്തോട്ട് പോകുന്ന എല്ലാവരും, ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും അതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ പുറത്ത് പോവുകയും വേണം, എൻ്റെ വീട് രക്ഷിക്കണം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ചിന്ത. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തിട്ടാണെങ്കിലും ഒത്തിരി വട്ടം എനിക്ക് ഉടമ്പടി കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു മാതാവിൽ. അങ്ങനെ ഞാൻ പത്രം കൊടുക്കും, എല്ലാം ചെയ്യും. പത്രം കൊടുക്കാനൊക്കെ ആദ്യം മടിയുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ പത്രം കൊടുക്കും. അങ്ങനെ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഉടമ്പടിയിൽ ഞാൻ ജീവിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എനിക്ക് എക്സാം ഉണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും റിസൈൻ ചെയ്ത് വീട്ടിലിരുന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ എൻ്റെ റൂമിലിട്ടിരുന്ന ഫാൻ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം അന്ന് ഉച്ച മുതൽ ആരോ എന്നോട് പറയുന്നുണ്ട് ഈ ഫാൻ പൊട്ടി വീഴുമെന്ന് എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായി എൻ്റെ മനസ്സിൽ. അങ്ങനെ രാത്രി 1 മണിയായി. അപ്പോൾ സാധാരണ ഞാനൊരു 12 മണിക്ക് മുന്നേക്ക് ഉറങ്ങും. ഞാൻ അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഉറങ്ങിയിട്ടില്ല. ഞാനത് മാതാവ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ആ ഫാൻ ആ സമയത്ത് 1 മണി കഴിഞ്ഞ സമയത്ത് അത് ഡയറക്റ്റ് അത് ലീഫൊന്നുമല്ല പൊട്ടി വീണത്, കംപ്ലീറ്റോടെ അത് താഴോട്ട് വീണു. ഞാൻ അന്നെങ്ങാനും ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ ചെസ്റ്റിൽ വീഴും, ഞാൻ അപ്പോൾ ഡെത്താവും. ഹോസ്റ്റലിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ആരും എൻ്റെ കൂടെ ഇല്ല. പക്ഷേ ഞാൻ ഉറങ്ങാഞ്ഞത് കൊണ്ട് ലീഫ് എൻ്റെ തലയിൽ തട്ടി തെറിച്ചു പോയി. ഫാൻ അതേപോലെ തന്നെ ബെഡിലോട്ട് വീണ്. അതുകൊണ്ട് അന്ന് ഞാൻ രക്ഷപ്പെട്ടു. അന്ന് എനിക്ക് വേറെ ചെറുതായിട്ട് ഇവിടെ ഒരു ബ്ലീഡിങ് പോലെ വന്നതല്ലാതെ
ഞാൻ മെഡിക്കൽ ഫീൽഡാണ്, അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തായിരിക്കും, ഭാവിയിലായിരിക്കും നമുക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷേ എനിക്കൊരു ആ ഒരു തലവേദന അല്ലാതെ വേറൊരു പ്രശ്നവും വരാണ്ട് മാതാവ് എന്നെ സംരക്ഷിച്ചു അവിടെ നിന്ന്. എനിക്ക് അന്ന് എനിക്ക് വിഷമം തോന്നിയോ, മാതാവ് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ. പിന്നീട് ഞാൻ മനസ്സിലാക്കി മാതാവ് എന്നെ സംരക്ഷിച്ചതാണ് ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഫാൻ കംപ്ലൈൻ്റ് ആണെന്ന്. എന്നിട്ടും ആ ഒരു അത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് എന്നെ സംരക്ഷിച്ചു. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റോട് കൂടി ഞാൻ റിസൈൻ ചെയ്ത് വീട്ടിലോട്ട് വന്നു. പിന്നെ അതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഞാൻ റേഡിയോഗ്രാഫറാണ്, അപ്പോൾ എനിക്ക് സൗദിയിലോട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചതും എനിക്ക് ഈ വർഷം അവസാനത്തോടു കൂടി സൗദിയിൽ റേഡിയോഗ്രാഫറായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ വെക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു. പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അടുത്തൊരു പരീക്ഷണം വന്നത്. സൗദിയിൽ ഇപ്പോൾ റേഡിയോഗ്രാഫേഴ്സിനെ എടുക്കുന്നില്ല, അവിടെ വേക്കൻസി ഇല്ല. അപ്പോൾ ഞാൻ പിന്നെയും വല്ലാത്തൊരവസ്ഥയിലായി. നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് പേപ്പർ വർക്കുകളൊക്കെ ചെയ്തിട്ട് അതെല്ലാം ലൈസൻസും കിട്ടിയിട്ട് നമുക്ക് വേക്കൻസി ഇല്ല എന്ന് പറയുന്നത് അത്രത്തോളം വിഷമകരമാണ്. അപ്പോൾ ഞാനോർത്തു വേറെ രാജ്യത്തേക്ക് നോക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ മനസ്സിലാരോ പറഞ്ഞു, കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്, വരും, വേക്കൻസി വരും. അങ്ങനെ ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ ഏജൻസിയിലും കോണ്ടാക്ട് ചെയ്തു, അവിടെ ഒന്നും വേക്കൻസി ഇല്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഏജൻസിയിൽ നിന്ന് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു. അങ്ങനെ ഞാനതിന് അപ്ലൈ ചെയ്തു. അപ്പോഴും എനിക്കിത് കിട്ടും, എനിക്കുള്ളതാണതെന്ന് ഒന്നും എൻ്റെ മനസ്സിലില്ല. അങ്ങനെ ഞാനത് അപ്ലൈ ചെയ്തു. അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂവിനാണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്, കാരണം എൻ്റെ സീനിയേഴ്സ് ആരും സൗദി എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് പരിചയമുള്ള ആരുമില്ല അവിടെ, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ഞാൻ ഒറ്റക്കാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഇൻ്റർവ്യൂവിനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ എന്തോ മാതാവ് പറയുന്ന പോലെ തന്നെ ആ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന സാറ് മലയാളിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് വളരെ നന്നായിട്ട് സംസാരിച്ചു. എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ചോദ്യങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വലിയ പാടില്ലാതെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ പറയും നിങ്ങളെ ഞങ്ങൾ അറിയിക്കാമെന്നേ പറയത്തുള്ളൂ. പക്ഷേ ആ സാറിനോട് പറഞ്ഞു തനിക്ക് ഞാൻ ഓഫർ ലെറ്റർ അയക്കാം, ഏജൻസിയിൽ പറഞ്ഞേക്കാം, ഓഫർ ലെറ്റർ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഒരാളിരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത്, ഞാനത് മാതാവാണത് എന്നോട് സംസാരിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ആ സാറിനോട് സംസാരിച്ചു. പിറ്റേ ദിവസം ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ എൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞു. ഞാൻ ഈ ജനുവരി 13 പോവുകയാണ് സൗദിയിലോട്ട് റേഡിയോഗ്രാഫറായിട്ട്. മാതാവിന് ഒത്തിരി നന്ദി. അതിനുശേഷം പിന്നെ എനിക്ക് അടുത്ത പറയാനുള്ള അമ്മച്ചിയുടെ കാര്യമാണ്. എൻ്റെ അമ്മച്ചിക്ക് 1 വർഷത്തോളമായിട്ട് നല്ല തോളുവേദനയും കഴുത്ത് വേദനയൊക്കെ ആയിരുന്നു. തീരെ വയ്യായിരുന്നു, കൈയൊന്നും പൊക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുൾ ടൈം കോളർ ഇടണം, 3 മാസത്തോളം കോളർ ഇട്ട് റെസ്റ്റ് എടുക്കണം, കിടക്കുമ്പോഴും കോളർ ഇടണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ കൊണ്ട് എൻ്റെ അമ്മച്ചിക്ക് അധികം നാൾ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 ആഴ്ചയൊക്കെ അമ്മച്ചി കോളർ ഇട്ടിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ 2 ആഴ്ച കൊണ്ട് തന്നെ എൻ്റെ അമ്മച്ചിയുടെ കഴുത്ത് വേദന മാറി. ഇപ്പോൾ കോളർ ഇടുന്നില്ല, ഇപ്പോൾ ആ വേദനയില്ല. ആ വേദന എവിടെ പോയെന്നോ അതിൻ്റേതായിട്ടുള്ള ഒരു നീരോ കാര്യങ്ങളോ ഒന്നും തന്നെ അമ്മച്ചിക്കില്ല. മാതാവ് അങ്ങനെയും അമ്മച്ചീനെ അവിടെ നിന്ന് സംരക്ഷിച്ചു. ഞാൻ ഉടമ്പടി തൈലം കഴുത്തിൽ പൂശി പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മച്ചിക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ അപ്പനാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് തീരെ പണിയില്ലായിരുന്നു, എപ്പോഴും കഷ്ടപ്പാടായിരുന്നു. അപ്പം ഞാനും കൂടി റിസൈൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും തീരെ പണിയില്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്. അപ്പോൾ എൻ്റെ അപ്പനാണെങ്കിൽ ഇപ്പോൾ പണിയുണ്ട്, അപ്പനും അമ്മച്ചിക്കും ആരോഗ്യം ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ട് പോകുന്നു. അപ്പോൾ മാതാവിന് ഒത്തിരി നന്ദി. ഞാൻ ഈ ജനുവരി 13 പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് പോകുന്നത്. ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ ഇനിയും അങ്ങോട്ടേക്ക് ഉടമ്പടി ജീവിതത്തിൽ തന്നെ
ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാലുകുത്തിയപ്പോൾ ഞാൻ ഉറപ്പിച്ചതാണ്, എൻ്റെ നിയോഗങ്ങളൊക്കെ സാധിച്ചാലും ഞാൻ ഒരിക്കലും ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോകത്തില്ല. അതിനൊത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ചെയ്യണേന്. അങ്ങനെ ഞാൻ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കും. യേശുവെ നന്ദി, മാതാവേ നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തത് പത്രം കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ മടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു ദിവസം ഇറങ്ങി ഒരാൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പത്രം കൊടുത്ത് അയാളത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ എന്നെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മടിയുണ്ടാകും, പത്രം കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി കൊടുക്കാനൊക്കെ മടിയുണ്ടാകും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ മടി കൂടാണ്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ദൈവം തരും, മാതാവ് തരും. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ രോഗികളോടും നല്ല രീതിക്ക് എൻ്റെ ഒരു ദേഷ്യമൊന്നും അവരിൽ കാണിക്കാണ്ട് എന്ത് ചോദിച്ചാലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാക്സിമം അവരെ നോക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ബ്ലഡ് കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെയാണ്. പിന്നെ എല്ലാ ദിവസവും പള്ളി പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ പോവുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു 2 ആഴ്ച കൂടിയിട്ട്. അതൊക്കെ. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബമായി സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് റാണി ജോസഫ്. ഞാൻ കോട്ടയം ജില്ല വാഴൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞങ്ങൾ ഒരു ആംഗ്ലിക്കൻ ചർച്ചിലെ വിശ്വാസിയാണ്. CMS സഭയിലാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് ഹസ്ബൻഡും 3 പെൺകുഞ്ഞുങ്ങളുമാണുള്ളത്. മൂത്ത മോളെ വിവാഹം കഴിച്ചു. മൂത്ത മോളും ഹസ്ബൻഡുമാണ് നിൽക്കുന്നത്. ഇളയ മോളാണ്. 2ാമത്തെ മോൾ വന്നില്ല, ജോലി സംബന്ധമായിട്ട് വീട്ടിലിരിക്കുകയാണ്. ഞാൻ കൃപാസനത്തിൽ വന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ നേരിട്ട് ഞാൻ മരിക്കുവാൻ പോയൊരു വ്യക്തിയാണ്. അതെൻ്റെ വീട്ടിൽ ആർക്കും അറിയത്തില്ല. ജീവിതത്തിൽ ഒരുപാട് കടഭാരങ്ങൾ, ജീവിത പ്രശ്നങ്ങളൊക്കെ കാരണം ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ എൻ്റെ അടുത്ത ഒരു ആൻറ്റിയോട് ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ആൻറ്റി ഞാനിങ്ങനെ മരിക്കാൻ പോയതാണ്, അവിടുന്ന് എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു വന്നു, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റി എന്നോടൊന്നും പറഞ്ഞില്ല. ആദ്യമായിട്ട് എനിക്ക് കൃപാസനത്തിൽ ഒരു പത്രം എടുത്ത് തന്നു. എന്നോട് പറഞ്ഞു, നീ ഇന്ന് പോയി ഈ പത്രം വായിച്ചിട്ട്, ഈ പത്രം നിനക്ക് മനസ്സിലാവുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, നീ വായിച്ചിട്ട് നീ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിനക്ക് എന്ത് തോന്നുന്നുവോ അതിൻ പ്രകാരം നീ ജീവിക്കാൻ പറഞ്ഞു. പക്ഷേ ഉടമ്പടി എടുക്കുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാനത് വായിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമാതാവേ, എനിക്ക് ഈ ഉടമ്പടി എന്താണെന്നോ കൃപാസനം എന്താണെന്നോ എനിക്കറിയില്ല. ഒന്നെങ്കിൽ എന്നെ നന്നായിട്ട് ജീവിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ ഈ ലോകത്തിൽ നിന്ന് അങ്ങ് വിളിക്കണം. ഇത് രണ്ടും മാത്രമേ ഞാൻ അപേക്ഷിച്ചുള്ളൂ. അതിൻ പ്രകാരം ഞാൻ ഈ പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എനിക്ക് 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി 7/9/2024 ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. പക്ഷേ 6 നിയോഗങ്ങളിൽ ആദ്യം ഞാൻ ക്ലാസ് കേട്ടപ്പം ഞാൻ എൻ്റെ ആവശ്യമല്ല പറഞ്ഞത്, ദൈവമേ, എനിക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ അറിയണം എന്ന് മാത്രം ഞാൻ ആദ്യത്തെ നിയോഗം എഴുതിയത്. അതിനുശേഷം എൻ്റെ ആവശ്യങ്ങളെല്ലാം എഴുതി 6 നിയോഗങ്ങളല്ല, 6 കോടി നിയോഗങ്ങളാണ് ദൈവം എൻ്റെ അമ്മ മാതാവും എനിക്ക് സാധിപ്പിച്ച് തന്നത്. അതിൽ എൻ്റെ മൂത്ത മോളും ഹസ്ബൻഡുമാണ് നിൽക്കുന്നത്. മോന് ജോലിയുണ്ട്, പക്ഷേ ശമ്പളമില്ലാതെ ഭാരപ്പെട്ടു. ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. പക്ഷേ അതിലുപരിയായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. ഞാനപ്പോൾ ഇങ്ങനെ ദൈവമാതാവിനോട് ഞാൻ എന്നും നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഈ ക്രിസ്തുമസിന് എൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുമ്പം സന്തോഷത്തോടു കൂടി അവരോടൊപ്പം ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന്. 24-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ മോൻ എന്നെ വിളിച്ചു, അമ്മേ, എനിക്ക് ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മാതാവിന് കോടി നന്ദി പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന റൂമിൽ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അവിടെ പോയി ഒന്നും പറഞ്ഞില്ല. എൻ്റെ കണ്ണ്
നിറഞ്ഞങ്ങ് ഒഴുകി. ഞാൻ അന്നേരം പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, എനിക്ക് ഈ 2026 എന്നെ സാക്ഷ്യം പറയാൻ ഇനി അനുവദിക്കണം. എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്, എനിക്കത് പറയാൻ എന്നെ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച് പ്രകാരം ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ കാല് കുത്തിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവഹിതമെങ്കിൽ അമ്മ മാതാവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഇന്ന് ഭവനമായിട്ട് ഈ അൾത്താരയിൽ കയറ്റണമെന്ന്. അത് എനിക്ക് സാധിച്ചതിനായിട്ട് കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ ഇളയ മോള് LLBക്ക് അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പ്രകാരം അവളെ കൊണ്ട് തൊടുപുഴ അല്ലസർ കോളേജിൽ ചേർത്തു. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒരു നിർവാഹവും ഇല്ലാത്ത ആൾക്കാരാണ്, ഹസ്ബൻഡിന് കൂലിപ്പണിയാണ്, ഞാനൊരു ജോലിക്കും പോകുന്നില്ലായിരുന്നു. 4 പ്രാവശ്യം ഞങ്ങൾ ലോൺ ആപ്ലിക്കേഷൻ വെച്ചു. ആ 4 പ്രാവശ്യവും ലോൺ റിജക്റ്റ് ആയിപ്പോയി. 2022 കുഞ്ഞിനെ ഞാൻ കോളേജിൽ ചേർക്കുന്നത്. പക്ഷേ 4ാമത്തെ തവണ ഞാനിവിടെ ഉടമ്പടി 7-ാം തീയതി സെപ്റ്റംബർ മാസം 2024 എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് ഞങ്ങൾ ബാങ്കിൽ കൊണ്ട് ലോൺ ആപ്ലിക്കേഷൻ വെച്ചു. 4 പ്രാവശ്യം റിജക്റ്റായി പോയ ആ ലോൺ ആപ്ലിക്കേഷൻ 4 മണിക്കൂറിനുള്ളിൽ പാസ്സായി. എൻ്റെ കുഞ്ഞിൻ്റെ അക്കൗണ്ടിൽ ആ പൈസ കയറി. അവൾക്ക് സന്തോഷത്തോടു കൂടി പരീക്ഷ എഴുതാൻ സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് മുട്ടിന് വേദനയായിരുന്നു. മുട്ടിന് വേദനയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പം ഡോക്ടർക്കൊരു ഡൗട്ട്, കാലിന് എന്നോട് പറഞ്ഞു എക്സ്റേയിലൊന്നും തെളിയുന്നില്ല, അതുകൊണ്ട് പോയി CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കപ്പം തോന്നി എന്തോ ഡൗട്ടുണ്ടെന്ന് തോന്നി. ഞാൻ ഉടനെ ഞാൻ എവിടെ പോയാലും എനിക്ക് കാശുരൂപം തൈലമൊന്നുമില്ലെങ്കിൽ എനിക്കിപ്പം നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് എൻ്റെ ബലവ്. അപ്പം ഞാൻ കാലിൻ്റെ മുട്ടയിൽ തന്നെ ഞാൻ തൈലവും തേച്ച് കാശുരൂപം കയ്യിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് ഞാൻ ആ ടേബിളിൽ കയറി കിടന്നപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, എന്നെ ഒരു രോഗിയാക്കി നീ തീർക്കല്ലേ, ഞാൻ നിൻ്റെ ദാസിയാണ്. എനിക്ക് ആ ദൈവവചനത്തെ ജീവിച്ച് എനിക്ക് അനേകരോട് എൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ സഹായിക്കണമെന്ന് അവിടെ ടേബിളിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ഏതായാലും CT സ്കാൻ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഭയങ്കര ഡൗട്ടായിരുന്നു, അതൊരു ക്യാൻസറിൻ്റെ ആരംഭമാണോ എന്നൊരു ഡൗട്ടായിരുന്നു, പക്ഷേ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ചിലപ്പം ക്യാൻസർ ആയിരുന്നായിരിക്കും, അത് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ അമ്മ മാതാവ് അത് മാറ്റി തന്നാന്ന് ഞാൻ ഡോക്ടറോട് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. എൻ്റെ 2ാമത്തെ മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ഡോക്ടറുടെ മുമ്പിലിരുന്ന് ഞാൻ കരഞ്ഞായിരുന്നു. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതോടൊപ്പം എനിക്കൊരുപാട് കടഭാരങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കടഭാരത്തിൽ നിന്നൊക്കെ ഞാൻ വിടുതൽ പ്രാപിച്ച് വരികയാണ്. അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ ചെറുതിലെ തൊട്ട് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് സൺഡേ സ്കൂളിന് പോവുകയും ദൈവവിശ്വാസത്തിൽ വളരുകയൊക്കെ ചെയ്താണ്. പക്ഷേ യഥാർത്ഥമായിട്ട് ദൈവം എന്താണ്, ദൈവസന്നിധിയിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, വിശ്വാസത്തിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് എനിക്ക് പോകുവാൻ സാധിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് ജോലിയില്ലായിരുന്നു. പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. 2015-20 ഞാനൊരു വാർഡ് മെമ്പറായിട്ട് പ്രവർത്തിച്ച ആളാണ്. പക്ഷേ ഞാനത് മനസ്സോടെ നിന്നതുകൊണ്ട് എനിക്ക് പിന്നീട് ആ ഫീൽഡിൽ പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് പിന്നെ ഞാൻ നിന്നില്ല. ഞാനപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഞങ്ങളെ നോക്കുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഹോസ്റ്റൽ ആരംഭിച്ചു. ഞാൻ അന്നേരത്തേക്ക് അവിടെ അപേക്ഷ വെച്ചപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് ആ സാറിരിക്കുന്ന കസേരയുടെ തൊട്ടടുത്ത് ഞാൻ ആരുടെയും കാലെത്താത്ത രീതി ഞാൻ ആ സൈഡിൽ ഉപ്പ് വിതറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് സഹായിക്കാൻ എന്നെ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട്. അപ്പോൾ എനിക്കറിയില്ല, കുറേ പേര് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. നല്ലൊരു സാലറിയിൽ എനിക്ക് ജോലി അവിടെ ലഭിച്ചു. ഞാനവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ജീവകാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രികളിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ അനേകരോട് പറഞ്ഞ് കുറേ പേരെ എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് എനിക്ക് കിട്ടുന്നതിലൊരു വീതം ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ വസ്ത്രങ്ങൾ കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നുണ്ട്.
പിന്നെ ഞാൻ അനാഥാലയങ്ങളിൽ ചെന്ന് അവരെ കാണുകയും, അതൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അനാഥാലയങ്ങളിൽ ചെന്ന് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ 2 സ്നേഹക്കൂടുണ്ട്, പിന്നെ മന്ദിരമുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്കിനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വത്തോ സമ്പത്തോ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ മരിക്കുന്നവരെയും ആ നിത്യതയിലെത്തുവാൻ വേണ്ടിയും എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങൾ ഭവനമായിട്ട് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ആ ഒരു ജീവിതം ഈ ലോകത്തിൽ എനിക്ക് മതി എന്നാണ് ഞാൻ എൻ്റെ ദൈവമാതാവിനോടും എൻ്റെ യേശുപ്പച്ചനോടും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി എൻ്റെ മോക്ക് കൊടുക്കാം, ബാക്കി സാക്ഷ്യം മോള് പറയുന്നതായിരിക്കും. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട, എൻ്റെ പേര് ജസ്ന ജോസഫ്. ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ സിസ്റ്ററും ബ്രദറുമാണ്. ഞാൻ 17/8/2024 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ 2022 ഞാൻ LLBക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 2022 ജോയിൻ ചെയ്ത സമയത്തിന് ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് 2 തവണ റിജക്റ്റ് ആയിപ്പോയി. ആദ്യം എൻ്റെ അമ്മേനെ വെച്ചിട്ട് രോമിനിയാക്കി വെച്ച് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്ത സമയത്ത് അമ്മച്ചിയുടെ ഒരു ഇഷ്യൂ കാരണം അത് റിജക്റ്റ് ആയിപ്പോയി. രണ്ടാമത് ഞാൻ എൻ്റെ അച്ചാച്ചനെ വെച്ച് ചെയ്തു, അതും റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്നുള്ളൊരു മൈൻഡിലിങ്ങനെ കിടക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ആ നിയോഗം ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ബാങ്ക് മാനേജർ ഞങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു വേറെ ആരെങ്കിലും നോമിനി ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സിസ്റ്ററിനെ ഞാൻ നോമിനി ആക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് അവർ പറഞ്ഞു ഇത് ഓക്കെ ആകും, വെയിറ്റ് ചെയ്യും, നമുക്ക് ലോൺ അപ്രൂവ് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഓൺലൈൻ മണി ആപ്പ് വഴിയിട്ട് ഞാനൊരു കുറച്ച് പൈസ ലോണാക്കി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരത് അടയ്ക്കാഞ്ഞുകൊണ്ട് എൻ്റെ സിബിൽ സ്കോർ അങ്ങ് കുറഞ്ഞു പോയി. എനിക്ക് 700 എബോ എനിക്ക് സിബിൽ സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ലോൺ അടയ്ക്കാതെ പോയി എനിക്ക് 600 താഴെയായിപ്പോയി എൻ്റെ സിബിൽ സ്കോർ. അപ്പം ആ ഒരു കാരണം കൊണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പിന്നെ റിജക്റ്റായി. അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ മണി ആപ്പ് വഴി എടുത്ത് ലോൺ ആയിട്ടും അത് അടയ്ക്കാത്തതായിട്ടും എനിക്കിനി സിബിൽ സ്കോർ കൂടാനായിട്ട് 1, 2, 3 വർഷമൊക്കെ എടുക്കും, എനിക്ക് എന്തായാലും അത് കൂടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പ്രതീക്ഷ ഒന്നും കൂടെ പോയി. പക്ഷേ എങ്കിലും രണ്ടാമതൊരു പുതുക്കാൻ വന്ന സമയത്ത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ നിയോഗം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കി തരണേ എന്ന് പറഞ്ഞു ഞാൻ നിയോഗം ഒന്നും കൂടെ വെച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം ഞാൻ അത് കഴിഞ്ഞ ശേഷം എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഞാനിവിടെ ചേച്ചിക്ക് പുതുക്കാനായിട്ട് വന്ന സമയത്ത് ഞാൻ നിത്യാരാധനയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ആരോ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി, സിബിൽ സ്കോർ ചെക്ക് ചെയ്യൂ, നമുക്ക് ഗൂഗിൾ പേയിൽ ചെക്ക് ചെയ്യാമല്ലോ, സിബിൽ സ്കോർ ചെക്ക് ചെയ്യുമെന്ന് എനിക്കിങ്ങനെ മനസ്സിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു. ഞാനപ്പം തന്നെ എൻ്റെ ഫോൺ എടുത്ത് സിബിൽ സ്കോർ ചെക്ക് ചെയ്ത സമയത്ത് 640 കിടന്ന് എൻ്റെ സിബിൽ സ്കോർ 760 ഇൻക്രീസ് ചെയ്തു. 2-3 വർഷത്തിനുള്ളിൽ ഇൻക്രീസ് ആവത്തുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ എനിക്കത് അപ്പം തന്നെ എനിക്കതായി കിട്ടി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അത് മാതാവിൻ്റെ വലിയ ഇടപെടലാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എഡ്യൂക്കേഷൻ ലോൺ വെച്ചു. 4ാമത് പിന്നെ വെച്ചു. എല്ലാം ഓക്കെ ആയി. ഞങ്ങൾ സൈൻ ഇടാനായിട്ട് ബ്രാഞ്ചിൽ ചെന്ന സമയത്താണ് അവർ പറയുന്നത്, കാരണം നമ്മൾ 2022 വെച്ച ലോണാണ്, അപ്പോൾ എൻ്റെ പല ബില്ലും ഞാൻ അടച്ച പേയ്മെൻറ്റ് ചെയ്ത പല ബില്ലും ഇൻവാലിഡ് ആയിപ്പോയി, എനിക്കതിൻ്റെ പൈസ ഒന്നും കിട്ടത്തില്ല പറഞ്ഞു. ഇനി വേണമെങ്കിൽ ഇനിയുള്ളതിന് നോക്കാം, ഇനി 1 വർഷം കൂടെ ഉണ്ട്, ആ വർഷത്തിന് വേണേൽ ഫീസ് 2 സെമസ്റ്റർ കൂടെ ഉണ്ട്, അത് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബില്ലെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയത്. അപ്പം അത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി തരാൻ പറ്റത്തില്ല, ഓരോ ബില്ല് വെച്ചിട്ട് അടച്ച ആ ഡേറ്റ് വെച്ചിട്ട് കൊണ്ട് തരണം എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പെട്ടെന്ന് കോളേജിൽ നിന്ന് എടുത്ത് തരാനും പറ്റത്തില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ബില്ല് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോവുകയും ചെയ്തു. ഞാൻ കോളേജിൽ ചെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് പിന്നെയും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ കോളേജിൻ്റെ ലെറ്റർ പാഡിൽ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴും അവർ പറഞ്ഞു അത് ഉറപ്പൊന്നും ഇല്ല, കാരണം ഇങ്ങനെ തരാൻ പറ്റത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ വെച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോളേജിൽ പോയിട്ട് ലെറ്റർ പാഡിൽ പ്രിൻസിപ്പലിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു, എഴുതിക്കൊണ്ട് ബ്രാഞ്ചിൽ കൊടുത്ത സമയത്ത് എങ്ങനെയെന്നറിയില്ല, എനിക്ക് ഒരു ലോൺ അവർ പറഞ്ഞിരുന്നു ഇതിപ്പോൾ കൊടുത്തെന്ന് പറഞ്ഞാലും 2-3 ദിവസത്തിനുള്ളിലേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് തന്നെ എനിക്ക് 4 തവണ റിജക്റ്റ് ആയ ലോണാണ്. എനിക്ക് 4 മണിക്കൂർ കൊണ്ട് മാതാവ് എനിക്കത് സാധ്യമാക്കി തന്നു. അത് എൻ്റെ കഴിവും കൊണ്ടല്ല, കാരണം എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരിക്കലും പാസ്സായി കിട്ടത്തി. എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 4 തവണ റിജക്റ്റ് ആവത്തില്ലായിരുന്നു. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചത്. പിന്നെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. കാരണം എക്സാമിൻ്റെ സമയത്തായിരിക്കും സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട ടൈം വരുന്നത്. അപ്പോഴേക്കും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം ഒത്തിരി മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് മാതാവ് എനിക്ക് അനുഗ്രഹിച്ചത്. ഞാൻ 2 സെമസ്റ്റർ എനിക്ക് സമാധാനത്തോടെ എക്സാം എഴുതാനായിട്ട് പറ്റി.
പിന്നെ ഞാൻ എൻ്റെ LLB എക്സാം എല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ക്ലിയർ ആയത്. ഓരോ സെമസ്റ്റർ എക്സാമിന് പോകുമ്പോഴും ഞാൻ കാശ് രൂപം കൊണ്ടാണ് കയറുന്നത്. കാശ് രൂപം എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. നെറ്റിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഉപ്പ് എൻ്റെ പോക്കറ്റിൽ എടുത്തിടും. എന്നിട്ട് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ ഉപ്പ് ഞാൻ ഇരിക്കുന്നിടത്ത് വിതറും. അതുപോലെ തന്നെ എൻ്റെ ആൻസർ ഷീറ്റിൽ ഉപ്പ് വിതറിയിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. എണ്ണ വെച്ച് തൈലം വെച്ച് കുരിശും വരയ്ക്കും. അങ്ങനെ ഞാൻ കൊടുക്കാറുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ LLB എക്സാം സെക്കൻഡ് ക്ലാസ്സോടെ പാസ്സായി. ജനുവരിയിൽ ഞാൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് 2025 ജനുവരിയിൽ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നിരുന്നു. യൂറിനറി ഇൻഫെക്ഷൻ വന്നത് കൂടിയിട്ട് എനിക്ക് ബാക്ടീരിയയുടെ പ്രസൻസും കിഡ്നി സ്റ്റോണും ഡിറ്റക്റ്റ് ചെയ്തു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് കൊടുക്കുകയും റിപ്പോർട്ടിലെല്ലാം തൈലമെല്ലാം തേച്ച് കൊടുത്തു. അതിൻ്റെ ഒരു ഫലമായിട്ട് നോ ബാക്ടീരിയ എന്ന് പറഞ്ഞ റിസൾട്ട് എനിക്ക് കിട്ടി. അത് മാതാവ് തന്ന വലിയ അനുഗ്രഹമാണ്. ഇത്ര അനുഗ്രഹം എനിക്ക് തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം, കൃപാസനം പത്രം ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ പള്ളികളിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി പള്ളികളിലൊക്കെ എല്ലാവർക്കും അറിയാത്തവർക്ക് കൊണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ ഉടമ്പടി ധ്യാനങ്ങളും ഡെയിലി ബ്രെഡും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഭക്ഷണം ഇല്ലാത്തവർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും. പിന്നെ നമ്മൾ അനാഥാലയങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്യും, അവരോട് സംസാരിക്കും, അവരോട് ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. കുമാരനും എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അൻസ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വന്നത് 2022 ഡിസംബർ 21 തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹം അടുത്തറിഞ്ഞ കുറേ നിമിഷങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ. പക്ഷേ നമ്മൾ ദൈവത്തോട് എത്രമാത്രം അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് പരീക്ഷണങ്ങളും വരുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു നേഴ്സാണ്. അപ്പോൾ നേഴ്സുമാരുടെ ഒരു ആഗ്രഹമാണ് വിദേശത്ത് പോയി ഒന്ന് ജോലി ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് എനിക്കൊരു അവസരം ലഭിച്ചതാണ്, ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ റിസൾട്ട്, അതായത് B1 ഇൻ്റർനാഷണൽ എക്സാം എഴുതണമായിരുന്നു. B1 ഇൻ്റർനാഷണൽ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഒരു മൊഡ്യൂൾ കിട്ടിയില്ല. ഒരു മൊഡ്യൂൾ കിട്ടാതെ വന്നപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു, എന്നിട്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു മൊഡ്യൂൾ കിട്ടാത്തത് അതൊരു ടൈം ലിമിറ്റുണ്ട്. ആ ലിമിറ്റിനുള്ളിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ റിജക്റ്റായി പോകും. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം B1 വെച്ച് നമുക്ക് ഒരു നേഴ്സിന് മൂവ് ചെയ്യാൻ പറ്റിയില്ല. B2 ആണ് വേണ്ടത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കി. 2ാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നത് ഞാനൊരു ഫെബ്രുവരി 19 തീയതിയാണ് വന്നത്. ആ മാസം 24 തീയതിയാണ് എനിക്ക് 2ാമത് പരീക്ഷ എഴുതാനുള്ള ഒരു ഡേറ്റ് കിട്ടിയത്. അങ്ങനെ ഡേറ്റ് കിട്ടിയ ദിവസത്തിന് 3 ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് കിട്ടിയ ഒരു അവസരമാണിത്, ഈ അവസരത്തിൽ എന്നെ കൈവെടിയല്ല്. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങി. അന്നത്തെ ദിവസം എനിക്ക് നടന്ന ഒരനുഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ അന്നേ പോലും എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ പറ്റി. ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അന്നേരം എൻ്റെ മനസ്സിലൊരു കോൺഫിഡൻസ് വന്നു. മാതാവ് എന്നോട് പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ, നിൻ്റെ പരീക്ഷയിൽ ഞാൻ കൂട്ടുവരും, നിനക്ക് ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരും. ആ ഒരു വിശ്വാസത്തിലാണ് പിന്നെ ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ നടന്ന പരീക്ഷയുടെ സമയത്തെന്ന് പറഞ്ഞാൽ ഹ്യൂറനായിരുന്നു എനിക്ക് കിട്ടാഞ്ഞത്. എന്തൊക്കെയോ ഓഡിയോ കുറേ പോകുന്നുണ്ട്, പക്ഷേ അതിലെന്താ വ്യക്തമായിട്ട് ഞാനൊന്നും കേട്ടിട്ടില്ല. എന്നാൽ ഓരോ ഉത്തരങ്ങൾ എഴുതുന്നതിന് മുന്നേ ഞാൻ കുരിശ് വരയ്ക്കും. മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ കാശുരൂപം വെച്ചാണ് ഞാൻ ഓരോ ക്വസ്റ്റിനും ആൻസർ എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പം മാതാവ് എനിക്ക് പറഞ്ഞു തരും, നീ ഇതാണ് കറക്റ്റ് ആൻസർ, ഈ ആൻസറാണ് ശരിയായ ഉത്തരം. അങ്ങനെ പറഞ്ഞു തന്ന് ഞാൻ ആ പരീക്ഷ മുഴുവൻ എഴുതി. വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഞാൻ ആ മൊഡ്യൂൾ പാസ്സായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ഓക്കെ ആയി വന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരു വർക്ക് പെർമിറ്റ് വരാതെ ഇവിടുന്ന് നമുക്ക് പിന്നെ മൂവ് ചെയ്യാൻ പറ്റിയില്ല. ആ വർക്ക് പെർമിറ്റിൻ്റെ സമയത്ത് എൻ്റെ കൂടെ ഞങ്ങളൊരു 9 പേരുണ്ടായിരുന്നു. ഈ 9 പേരിൽ 8 പേർക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ പല ദിവസങ്ങളായിട്ട് വർക്ക് പെർമിറ്റ് എത്തി. എനിക്ക് മാത്രം എന്നെ വിളിച്ചിട്ടുമില്ല,
എനിക്ക് യാതൊരു മെയിലൊന്നും വരുന്നില്ല. ഞാൻ എന്നിട്ട് എല്ലാ ദിവസവും നോർക്കയിൽ വിളിച്ചു ചോദിക്കും അവർക്ക് എന്തെങ്കിലും എൻക്വയറി വന്നിട്ടുണ്ടോ, എന്ത് കാരണം കൊണ്ടാണ് ഡിലേ ആവുന്നതെന്നുള്ളത്. പക്ഷേ അവരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ല, എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു ചിലപ്പോൾ നിനക്ക് വരാത്തത് ഇനി നിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഏതെങ്കിലും പേപ്പർ വർക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്ക് അവിടുന്ന് ഒരു മെയിൽ അയക്കണം, നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൂഫ് തരണം, ഇങ്ങനെയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന്. എനിക്കൊരു 1.5 മാസത്തോളം, എനിക്കൊന്ന് 2 മാസത്തോളം കംപ്ലീറ്റ് ഞാൻ വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് യാതൊരു മെയിലും അവിടുന്ന് വന്നില്ല. അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി അവളെന്തായാലും മാതാവിൻ്റെ ഉടമ്പടിയൊക്കെ എടുത്താ, എന്നിട്ട് അവൾക്ക് മാത്രം പെർമിറ്റൊന്നും വന്നിട്ടില്ലെന്ന്. പക്ഷെ അന്നേരവും എൻ്റെ മനസ്സിൽ ഞാൻ പറയും ഞാൻ പോവാത്ത, അല്ലെങ്കിൽ എന്നെ മാതാവ് ഇപ്പം ഇവിടുന്ന് കൊണ്ടുപോകാത്തതിന് എന്തെങ്കിലും മാതാവിനൊരു പ്ലാൻ കാണും. ഞാൻ ഈ നാട്ടിൽ നിൽക്കേണ്ട കുറച്ച് സമയം കൂടെ ഇവിടെ നിൽക്കേണ്ട ഒരു പ്ലാൻ മാതാവിന് കാണും, അതുകൊണ്ടായിരിക്കും എന്നായിരുന്നു എൻ്റെ വിശ്വാസം. അങ്ങനെ ഇരുന്ന് ഞാൻ 3ാമത്തെ ഉടമ്പടി ഇവിടെ പുതുക്കാൻ വന്നു. 3ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പം എൻ്റെ ഏറ്റവും വലിയൊരു നിയോഗമായിരുന്നു മാതാവേ എൻ്റെ വർക്ക് പെർമിറ്റ് വരണം. ഇനി വന്നില്ലെങ്കിൽ എല്ലാവരും എന്നെ ഇങ്ങനെ ചോദിക്കും എന്തുകൊണ്ടാണ് നിനക്ക് വരാത്തെന്ന് എല്ലാവരോടും പറഞ്ഞ് ഞാൻ മടുത്തു. അങ്ങനെ ഇരിക്കുമ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിലും വന്നു. അതോടൊപ്പം നോർക്കയിൽ നിന്ന് എന്നെ വിളിക്കുകയും ചെയ്തു, വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ വർക്ക് പെർമിറ്റ് വന്ന് ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പോവാനുള്ള എല്ലാം റെഡിയായി, ടിക്കറ്റ് അവർ അയച്ചു തന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ 11-ാം തീയതി, അതായത് കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ 11-ാം തീയതി ഇവിടുന്ന് ജർമ്മനിക്ക് പോയി. ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഞങ്ങൾക്ക് B2 എക്സാം ഇൻ്റർനാഷണൽ എഴുതണമായിരുന്നു. ഇൻ്റർനാഷണലിൻ്റെ എഴുതുന്ന സമയത്ത് ഞങ്ങൾക്ക് മുന്നേ പോയവർക്കും പലർക്കും പല മോഡ്യൂൾ കിട്ടാതെ, ഇപ്പോൾ ഒരു മോഡ്യൂൾ പോലും കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ അവരെ വിടുമായിരുന്നു. അങ്ങനെ വിടും, അവർ പുതിയ അക്കോമഡേഷൻ കണ്ടെത്തണം, പുതിയൊരു ജോലി കണ്ടെത്തണം. ഓൾറെഡി നമുക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ വലിയ പരിചയമൊന്നുമില്ല. ഈ പരിചയക്കുറവിനുള്ളിൽ ഇങ്ങനെ പുതിയൊരു ജോലി കണ്ടെത്തുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പിന്നെയും പ്രാർത്ഥിച്ചു, മാതാവേ ഇവിടെയും വീണ്ടും പരീക്ഷണങ്ങളുണ്ട്, പക്ഷേ അമ്മ എന്നെ കൈവടിയല്ലേ എന്നുള്ള, അമ്മ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ അവിടെ ചെന്ന് ഓരോ പ്രാവശ്യം പരീക്ഷയ്ക്ക് പോകുമ്പോഴും മാതാവിൻ്റെ തൈലവും മാതാവിൻ്റെ ഉപ്പും എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഉപ്പ് വെതറിയിട്ട് എൻ്റെ ആൻസർ പേപ്പറിലും ഉപ്പ് ചെറുതായിട്ട് വെതറിയിട്ട് ഞാൻ പരീക്ഷ എഴുതാറുള്ളായിരുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ എണ്ണ നെറ്റി കുരിശ് വരച്ചിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനും മുടങ്ങാതെ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന ചൊല്ലി, അങ്ങനെ മാതാവ് എനിക്ക് തരുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അത് കഴിഞ്ഞ് അവിടെ ഞങ്ങൾക്ക് B2 മാത്രമല്ല, പിന്നെ കെൻറ്റനിസയുടെ ഒരു പരീക്ഷയും കൂടെയാണ്, എന്നാലേ ഉള്ളൂ നമുക്ക് അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ പറ്റുള്ളൂ. ആ പരീക്ഷ എന്ന് പറഞ്ഞാൽ പൊതുവേ ഭയങ്കര ടഫാണ്. കാരണം വൈവയായിട്ടാണ്, നമുക്ക് എഴുത്ത് പരീക്ഷയല്ല, അവർ ചോദിക്കുന്നതനുസരിച്ച് ഒരു 45 മിനിറ്റോളം കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതും ജർമ്മൻ ഭാഷയുള്ളൂ, വേറെ ഭാഷയൊന്നും അവർ ഉപയോഗിക്കുകയില്ല. അങ്ങനെ ആ സമയത്തെല്ലാം എനിക്ക് നല്ല ഉയർന്ന മാർക്കോടെ പാസ്സാനുള്ള കൃപാവരം എനിക്ക് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും തന്നു. ഈ 2 അനുഗ്രഹം കിട്ടിയത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ മിനിങ്ങാന്നും വന്നു. പക്ഷെ അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. എന്നാലും എനിക്ക് സാക്ഷ്യം പറയണം എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ ഇന്ന് വീണ്ടും വന്നത് അങ്ങനെയാണ്. ഇനിയിപ്പം ഇവിടെ വന്ന് എൻ്റെ മാതാവിനും തിരുക്കുമാരനെയും കണ്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹം പറഞ്ഞ് എല്ലാവർക്കും അതൊരു എന്താ പറയുക, അവർക്ക് എല്ലാവരും എന്നെപ്പോലെ വിഷമിക്കുന്ന കുറേ പേര് കാണും. അവർക്ക് എനിക്ക് മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹം മറ്റുള്ളവർക്കൊരു പ്രേരണയാണ്. കാരണം എനിക്ക് ഈ പ്രേരണ കിട്ടിയത് ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. ഓരോ സാക്ഷ്യം കേൾക്കും തോറും നമുക്ക് കൂടുതൽ മാതാവിലേക്ക് നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മാതാവ് നമുക്ക് പറഞ്ഞു തരും നീ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അതിനുശേഷം ഞാൻ കാരുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ പലരെ സഹായിക്കാൻ ഒരുപാട് സന്ദർഭം കിട്ടും. ഈവൻ ജർമ്മൻകാരാണെങ്കിൽ പോലും നമ്മുടെ മലയാള പത്രം ഞാൻ കൊണ്ടുപോയില്ല, പകരം ഞാൻ ജർമ്മൻ പത്രം മേടിച്ചുകൊണ്ടാണ് പോയത്. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാ ദിവസവും അവിടുത്തെ ജർമ്മൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ കുറേ ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ട് അവർക്ക് നമ്മുടെ കൃപാസനം പത്രം ഞാൻ കൊടുത്ത് നമ്മുടെ മാതാവിനെ പറ്റി എനിക്കറിയാവുന്ന ഭാഷയിൽ അവർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെയെല്ലാം മാതാവിനെ എനിക്ക്
പറയാൻ മറ്റുള്ളവരിലേക്ക് മാതാവിനെ എത്തിക്കാനുള്ള കൃപ മാതാവും ഈശോയും എനിക്ക് തന്നു. ഞാൻ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഞങ്ങളവിടെ ആയിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കൂടെയുള്ള വേറൊരാൾ എന്നോട് പറഞ്ഞായിരുന്നു, അവരുടെ കൂട്ടത്തിൽ നാട്ടിലുള്ള ആൾക്ക് വയ്യാതെ, അതായത് ലിവർ മാറ്റി വെക്കേണ്ട ഒരു ശസ്ത്രക്രിയയുണ്ട്. അപ്പോൾ അവർ ഫിനാൻഷ്യലി ഒത്തിരി വീക്കായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഞങ്ങളവിടെ ചെന്നിട്ടേ ഉള്ളെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവരും കൂടെ സഹായിച്ച് ഒരു തുക ആ വ്യക്തിക്ക് നൽകി. പിന്നെ ഇതുപോലെ ഫിനാൻഷ്യലി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പലരായിട്ട് അറിയുന്ന പലരും കാണും, അവർക്ക് നമ്മളിൽ കഴിയുന്ന ഫിനാൻഷ്യൽ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അവിടെ ഉള്ളൊരു കമ്മ്യൂണിറ്റി തന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പം ചിലരെ കാണാറുണ്ട്, അവർ ഫുഡ് കഴിക്കാത്തവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മളവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ പള്ളിയുടെ തന്നെ ഞാൻ ചെന്ന ശേഷമാണ് അവിടെ ഒരു മലയാളം കുർബാനയുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായി. ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാ മാസവും ഞങ്ങൾക്കൊരു മലയാളം കുർബാനയും അവിടെ എല്ലാവരോടും ഒത്തൊരുമിച്ച് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ജപമാല പ്രാർത്ഥന നടത്തുകയും അങ്ങനെ അതിനൊരു നേതൃത്വം കൊടുക്കാനുള്ള അവസരവും മാതാവ് എനിക്ക് തന്നു. ഈശോയ്ക്കും മാതാവിനും 1000. ആദ്യമായി തന്നെ പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ആര്യ ബിനു. ഞാൻ ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടണിലെ സെൻറ്റ് മേരീസ് സിറോ മലബാർ മിഷൻ ഇടവകാംഗമാണ്. ഞാൻ 2024 ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ 6 കാര്യങ്ങൾ വെച്ചെങ്കിലും 5 കാര്യങ്ങൾ പരിശുദ്ധ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. 6ാമത്തെ കാര്യമായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. 2023 ജനുവരിയിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതെങ്കിലും 1 വർഷത്തേക്ക് ഞങ്ങളിലേക്ക് കുഞ്ഞ് എന്നൊരു ചിന്ത വന്നില്ല. 2024 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും എനിക്കും ഹസ്ബൻഡിനും ഭയങ്കരമായിട്ട് ആഗ്രഹമായി, ഒരു കുഞ്ഞ് വേണം. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റുകളൊക്കെ പലപ്പോഴും ചെയ്തപ്പോഴും നെഗറ്റീവായിരുന്നു റിസൾട്ട്. അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ വിഷമിക്കണ്ട, മാതാവ് നിനക്ക് കുഞ്ഞിനെ തരും, നീ ഡിസംബർ വരെ കാത്തിരിക്കും. ഡിസംബറിലല്ലേ ഉണ്ണീശോ ഉണ്ടായത്, ഉണ്ണീശോ ഉണ്ടായ ആ മാസത്തിന് നിനക്കൊരു സന്തോഷവാർത്ത മാതാവ് നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒരുങ്ങിയിരുന്നു. അങ്ങനെ 2024 ഡിസംബർ 5-ാം തീയതി എനിക്കൊരു ചെറിയ സംശയം തോന്നി. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് പോസിറ്റീവായിരുന്നു. ആ സമയത്ത് ന്യൂസിലൻഡിലെ എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെയേറെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഒരു 37 വീക്സ് വരെ എല്ലാം നോർമലായി, ഞാനും കുഞ്ഞും ഹെൽത്തിയായി ആക്റ്റീവായിട്ടിരുന്നു. 37 വീക്സിൽ മിഡ് വൈഫിനെ കാണാൻ ചെന്നപ്പോൾ മിഡ് വൈഫ് പറഞ്ഞു, വാര്യ നിൻ്റെ ഫണ്ടൽ ഹൈറ്റിൽ, അതായത് വയറിൻ്റെ അളവിൽ ഒരു ചെറിയ കുറവുണ്ട്, 34 ആഴ്ച നിനക്കുള്ള അതേ ആ ഒരു മെഷർമെൻറ്റ് ഇപ്പോഴും കാണിക്കുന്നുള്ളൂ, കുഞ്ഞിൻ്റെ ഗ്രോത്തിൽ ഒരു ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നൊറീൻ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരി പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യും, നിന്നെ അർജൻറ്റായിട്ട് സ്കാനിങ്ങിന് റെഫർ ചെയ്യുവാന്ന് പറഞ്ഞു. അങ്ങനെ അർജൻറ്റായിട്ട് സ്കാനിങ്ങിന് വേണ്ടി ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും വിളിച്ചിട്ട് ആരും എനിക്ക് അപ്പോയിൻമെൻറ്റ് തരുന്നില്ല. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, 37 വീക്സ് പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും ഞാനൊരു നേഴ്സാണ്, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഡ്യൂട്ടി സമയത്ത് ബ്രേക്കിൻ്റെ സമയത്തെല്ലാം ഞാൻ വിളിക്കുവാണ്, എല്ലാ ഹോസ്പിറ്റലിലും വിളിക്കുവാണ്, ആരും എനിക്ക് റിപ്ലൈ തന്നില്ല. അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ നീ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് എൻ്റെ കുഞ്ഞ് ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ, നീ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹോസ്പിറ്റലുകാർ എന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞു, നിനക്ക് നാളെ സ്ലോട്ടുണ്ട്, നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ജൂലൈ 17-ാം തീയതി 2025 സ്കാനിങ്ങിന് വേണ്ടി പോയി. സ്കാനിങ് ചെയ്ത സമയത്ത് ടെക്നീഷ്യൻ പറഞ്ഞു, കുഞ്ഞിന് വെയിറ്റ് 2 കിലോയേ ഉള്ളൂ, പക്ഷേ കൊച്ച് ആക്റ്റീവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പ്രൊഫഷനൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു NICU നേഴ്സാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഓക്കെ ബാക്കി നിന്നോട് ഡോക്ടർ സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു ചെന്നു. രാത്രിയായപ്പം ജൂലൈ 17 രാത്രിയായപ്പോൾ എൻ്റെ മിഡ് വൈഫ് എന്നെ വിളിച്ചു, നൂറീൻ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ആര്യ നിൻ്റെ കുഞ്ഞിനൊരു ചെറിയ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഞങ്ങൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നീ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ജൂലൈ 18 എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇനി നിനക്ക് ഞാൻ പോകാൻ പറ്റില്ല, നീ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് പറയും, നിനക്ക് വരാൻ പറ്റത്തില്ല എന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞു. കുഞ്ഞിനിങ്ങനെ പ്രോബ്ലം പറഞ്ഞത് ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാൻ ഉള്ളിലൊതുക്കി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം ഒരു NICയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുക, എൻ്റെ കുഞ്ഞിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, കുഞ്ഞിനെ C-സെക്ഷൻ ചെയ്തെടുക്കും, ഇൻറ്റുബേറ്റ് ചെയ്തെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ വരുക. ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, വിഷമം ഉണ്ടായിരുന്നു. അന്ന് ജൂലൈ 18-ാം തീയതി ഞങ്ങൾ കുരിശ് വരയ്ക്കാനിരുന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അങ്ങനെ 18-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും പറഞ്ഞു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, CTG സ്കാനും ചെയ്തു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 38 ആഴ്ചയാകുമ്പോൾ നിന്നെ ഇൻഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. കാരണം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ ഒന്നും നിൻ്റെ വയറ്റിൽ കിടന്ന് കിട്ടുന്നില്ല, അപ്പോൾ കുഞ്ഞ് പുറത്ത് വരട്ടെ എന്ന് ഡോക്ടറിനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂലൈ 22-ാം തീയതി ഒരു ചൊവ്വാഴ്ച ഞാനും ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിൽ പോയി. കൂടെ ഹസ്ബൻഡിൻ്റെ പാരൻസും ഉണ്ടായിരുന്നു. ഉച്ചവരെ എന്നെ ഇൻഡ്യൂസ് ചെയ്തു. പ്രോഗ്രഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പപ്പായും മമ്മീനെ വീട്ടിലേക്ക് വിട്ടേര്, കാരണം അവരിരുന്ന് മുഷിയുവാണ്, നമ്മുടെ ഇവിടുത്തെ പോലെ കൂടെ ഒന്നും ഇരുത്തത്തില്ല, റൂമിൽ ഞാൻ ഹസ്ബൻഡിനെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളൊരു ടാക്സി വിളിച്ച് അവരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെയും ഇൻഡക്ഷന് വേണ്ടി എനിക്ക് മരുന്ന് തന്നപ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് ഡ്രോപ്പായി. ഒന്നും അറിയത്തില്ലാത്ത എൻ്റെ ഹസ്ബൻഡാണ് എമർജൻസി അടിച്ച് മിഡ് വൈഫും ഡോക്ടേഴ്സെല്ലാം ഓടി വന്നപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് 70, 60, 50 അങ്ങനെ താഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആര്യ, ഞാൻ ആ ഡോക്ടറിനെ അതിന് മുന്നേ കണ്ടിട്ടില്ല, ഞാൻ NICയിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ഞാൻ ആ ഡോക്ടറിനെ കണ്ടിട്ടില്ല. ഡോക്ടർ പറഞ്ഞു ആര്യ, ഞാൻ നിന്നെ PV ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ 1 സെൻറ്റിമീറ്റർ പോലും ഡൈലേറ്റ് ആയിട്ടില്ല. അപ്പം ഡോക്ടർ 2 കൈ വിട്ട് എന്നോട് പറഞ്ഞു കുഞ്ഞിൻ്റെ തലയിൽ ഞങ്ങൾക്ക് സ്കാൽപ്പിൽ നീഡിൽ വെക്കണം, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഞങ്ങൾക്ക് ഈ മെഷീനിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വാവിട്ട് കരഞ്ഞു, കാരണം 1 സെൻറ്റിമീറ്റർ പോലും ഡൈലേറ്റ് ആകാതെ തന്നെയാണ് ഡോക്ടർ 2 കൈ വിട്ട് എക്സാമിൻ ചെയ്തത്. ആ സമയത്തെല്ലാം എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ കുഞ്ഞിനെ നീ ഒന്നും വരത്തില്ല, ഞാൻ മരിച്ചു പോയിക്കോട്ടെ, എൻ്റെ കുഞ്ഞിനൊന്നും വരത്തില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ ബെഡിൽ വെച്ച് എൻ്റെ വാട്ടർ ബ്രേക്കായി. ലേബർ റൂമിലേക്ക് ഉടനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഡോക്ടേഴ്സും നഴ്സസ്മാരെല്ലാം വന്ന് പറയും ആര്യ, നിനക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, നിൻ്റെ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ കണ്ടു, നിനക്ക് ഇതുവരെ എല്ലാം നോർമലായിരുന്നു, പെട്ടെന്ന് എന്താ പറ്റിയെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കും അറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് പിന്നെ കത്തീറ്റർ ഇട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കി, അത് പറ്റില്ല, കാരണം കുഞ്ഞിൻ്റെ തലയിൽ ഓൾറെഡി സ്കാൽപ്പിൽ നീഡിലുള്ളതുകൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് IV മെഡിസിൻ തരാൻ തുടങ്ങി. ആ സമയത്തും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ NIC ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാം അറിഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ അഡ്മിറ്റായി, കുഞ്ഞിനെന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ കുഞ്ഞ് മിക്കവാറും അഡ്മിറ്റ് ആകുമെന്നൊരു ഇൻഫർമേഷൻ അവിടെ ആരോ കൊടുത്തു. അപ്പോൾ എൻ്റെ കൊളീഗ്സ് എല്ലാം ഭയങ്കര ടെൻഷൻ അടിച്ചു, എന്ത് പറ്റിയെന്ന് ഓർത്തിട്ട്. അപ്പോൾ ആ ഡോക്ടർ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു ആര്യ, നീ വേദന സഹിക്കണ്ട, കാരണം ഭയങ്കര വേദന എനിക്ക് വരുന്നുണ്ട്, 1 സെൻറ്റിമീറ്റർ പോലും സെർവിക്സ് ഡൈലേറ്റ് ആവുന്നില്ല. ഡോക്ടർ പറഞ്ഞു നീ വേദന സഹിക്കേണ്ട ആര്യ, നീ എപ്പിഡ്യൂറൽ മെഡിസിൻ എടുക്കാൻ പറഞ്ഞു. എപ്പിഡ്യൂറൽ എനിക്ക് ഇഞ്ചക്ഷൻ തന്നപ്പോൾ എൻ്റെ കാലൊക്കെ മരവിച്ച് വേദന കുറഞ്ഞു. അപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു ആര്യ, നിൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് ബ്ലഡ് എടുക്കണം, കുഞ്ഞിന് ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടർ PV ചെയ്തിട്ട് പറഞ്ഞു ആര്യ, 4 സെൻറ്റിമീറ്റർ പോലും ഡൈലേറ്റ് ആയിട്ടില്ല, എനിക്ക് കൈ കടത്താൻ പറ്റുന്നില്ല, മുമ്പേ ചെയ്ത പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇനി വെയിറ്റ് ചെയ്യണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യേണ്ട ഡോക്ടർ, എന്നെ എടുത്തോ, എന്നെ എമർജൻസി C-സെക്ഷൻ കയറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ സമയം ഒരു 7 മണിയായി. ഞങ്ങൾ രാവിലെ ഒരു 8 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ പോയതാണ്. വൈകുന്നേരം 7 മണിയായി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ ചേച്ചീനെ വിളിച്ച് വരുത്തി, ചേച്ചിയും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ ചേച്ചി എൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ അമ്മ ആ സമയം മുഴുവൻ തിരി കത്തിച്ച് വെച്ച് മാതാവിന് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ഒരു ഡോക്ടറിനെ പറഞ്ഞു വിടണമെന്ന് എൻ്റെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന് ബലമായിട്ടായിരിക്കണം ആ ഡോക്ടർ വന്നത്, കാരണം ഞാൻ ആ ഡോക്ടറിനെ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിലാണ്. ആ വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിലാണ് എന്നെ ഡെലിവറിക്ക് കൊണ്ടുപോയതും. ആ ഹോസ്പിറ്റലിൻ്റെ NIC ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ C-സെക്ഷന് എന്നെ കൊണ്ടുപോയി. എൻ്റെ മിഡ് വൈഫ്, എന്നെ നോക്കിക്കൊണ്ടിരുന്ന മിഡ് വൈഫ് നൊറീൻ എന്നാണ് പേര്. നൊറീൻ ഓടി വന്നു, പറഞ്ഞു ആര്യ, ഞാൻ രാവിലെ മുതൽ നിൻ്റെ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു നീ ഡെലിവറിയെ ചെയ്യുള്ളൂ എന്ന്, പക്ഷേ ഇപ്പോൾ എന്നാ പറ്റിയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ആകെ വിഷമിച്ച് എൻ്റെ കൂടെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ പീഡിയാട്രിക് ഡോക്ടർ അഡിയൽ എന്ന് പറഞ്ഞൊരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആര്യ, നീ ടെൻഷൻ അടിക്കുന്നത്, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. അപ്പം ഞാൻ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ, എൻ്റെ കൂടെ തന്നെ ഇരുത്തണേ, എനിക്കറിയാം NIC കൊണ്ടുപോയി അവർ ക്യാനലിടും, ഇനി ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ വായിക്കൂടെ ട്യൂബ് ഇടും എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സർജറി ചെയ്തു, കുഞ്ഞിനെ പുറത്തെടുത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡും കൂടെ നിലവിളിച്ച് കരഞ്ഞു. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞ് കരഞ്ഞല്ലോ, എൻ്റെ മാതാവേ, കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അടയിൽ കുഞ്ഞിനെ എടുത്ത് എൻ്റെ ദേഹത്ത് വെച്ചിട്ട് പറഞ്ഞു ആര്യ, കുഞ്ഞിനെ ഞങ്ങൾ നോക്കട്ടെ, ഒബ്സർവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു.
അങ്ങനെ കുഞ്ഞിനെ ഒബ്സർവേഷൻ ടേബിളിൽ കൊണ്ടുപോയി കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ല, നീ വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പവും ആ കുഞ്ഞിനില്ല, ഇത്രയും ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയ കുഞ്ഞിനെ ആക്റ്റീവായി കരയുന്നു, അബ്ഗാർ സ്കോർ 9 ആണ് കുഞ്ഞിന്, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, നിൻ്റെ പ്ലാസൻ്റ ഞങ്ങളൊരു സ്റ്റഡിക്ക് അയച്ചോട്ടെ, കാരണം എന്തോ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാസൻ്റ സ്റ്റഡിക്ക് അയച്ചു. 4 ആഴ്ചയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് വന്നത്. റിപ്പോർട്ടിനകത്ത് എൻ്റെ പ്ലാസൻ്റയ്ക്ക് ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. പിന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ബ്ലഡിൽ നിന്ന് കുറച്ച് നമ്മൾ ബ്ലഡിലെ കമ്പോണൻസ് കുഞ്ഞിലേക്ക് പോകുന്ന ന്യൂട്രീഷനെയൊക്കെ തടഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞ് 34 ആഴ്ച മുതൽ 37 ആഴ്ച, അതായത് 3 ആഴ്ച കുഞ്ഞ് പട്ടിണിയായിരുന്നു വയറ്റിൽ. എന്നിട്ട് മിഡ് വൈഫ് റിസൾട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾ എങ്ങനെ സർവൈവ് ചെയ്തു എന്ന് അറിയത്തില്ല, കാരണം ഷീസ് എ മിറക്കിൾ ബേബി, ഇതെങ്ങനെ നീ സാധിച്ചെടുത്തു? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എല്ലാം എൻ്റെ മാതാവ് തന്നത് മാത്രമാണെന്ന് പറഞ്ഞു. അതിനുശേഷം കുഞ്ഞുണ്ടായി, ഓക്കെ ആയിരുന്നു. കുഞ്ഞിന് കാലിന് ഒരു ചെറിയ വളവുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ മാതാവിൻ്റെ കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശുരൂപവും എല്ലാം വെച്ച് പ്രാർത്ഥിച്ചു. ഓരോ തവണ ഞാൻ അമ്മയോടാണ് എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയുന്നത്. അപ്പം അമ്മ പറയും, നീ പേടിക്കേണ്ട, മാതാവ് ഇത്രയൊക്കെ നിനക്ക് ചെയ്തില്ല, നീ എന്തിനാ ടെൻഷൻ അടിക്കേണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല, നീ ആ തൈലം വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ കുഞ്ഞിൻ്റെ കാലിലും എല്ലാം ഞാൻ തൈലം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അവർ പറഞ്ഞു, കുഞ്ഞിൻ്റെ കണ്ണിന് ഒരു ചെറിയ വിഷൻ പ്രോബ്ലം ഞങ്ങൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. ഓരോ അപ്പോയിൻമെൻറ്റിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴും കുഞ്ഞ് നോർമലാണ്. അങ്ങനെ എൻ്റെ കുഞ്ഞിന് ഇപ്പം 5 മാസമായി. ഹെലേന എന്നാണ് പേര്. അവൾ ആക്റ്റീവായിട്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ന്യൂസിലൻഡിൽ ഞാൻ സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. എനിക്ക് സിസേറിയൻ ചെയ്യുന്നവിടം വരെ ഞാൻ പോകുമായിരുന്നു. പിന്നെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടുണ്ട്. ഒരു ദിവസം പോലും ഞായറാഴ്ച ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഡ്യൂട്ടി ആണെങ്കിൽ പോലും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത്, എന്നോട് ഡ്രൈവ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 ആഴ്ചത്തേക്ക് നീ ഡ്രൈവ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരുന്നത് ആദ്യമൊക്കെ. പക്ഷേ ഞാനതൊന്നും കണക്കിലെടുക്കാത്ത എൻ്റെ മാതാവിൻ്റെ കൂടെയുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത് ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ആ സമയത്തെല്ലാം ഈവൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ഈ കൃപാസനത്തിലെ നമ്മുടെ ചാനൽ ജോസഫ് അച്ഛൻ്റെ ടോക്കാണ് കേട്ടുകൊണ്ടിരുന്നത്. ഡെയിലി ബ്രെഡ് ഞാൻ കേൾക്കുമായിരുന്നു. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്യുമായിരുന്നു. പിന്നെ പരമാവധി ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബാംഗങ്ങളും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈശോതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഈശോയ്ക്കും മാതാവിനും ആദ്യമേ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 ആഗസ്റ്റ് 16 എൻ്റെ പേര് വിനീത, മലപ്പുറം ജില്ലയിൽ തിരൂരാണ്. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ആഗസ്റ്റ് മാസത്തിൽ ഉടമ്പടി എടുക്കാൻ കാരണം ഒരു ചേച്ചിയാണ്. അതായത് എൻ്റെ അച്ഛന് തീരെ സുഖമില്ലായിരുന്നു, ഒരു ക്യാൻസർ അസുഖത്താൽ വിഷമിക്കുന്ന സന്ദർഭമായിരുന്നു. ആ സമയത്ത് ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ വളരെ വിഷമത്തോടെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഈ കൃപാസനം പത്രം കൊണ്ടു തന്നത്. ഞാനിതിനു മുന്നേ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടോ അറിഞ്ഞിട്ടോ യൂട്യൂബിൽ കണ്ടിട്ടോ ഒന്നുമില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ ആ കൃപാസനത്തിൻ്റെ പേപ്പറിൽ ഞാൻ ഫസ്റ്റ് തന്നെ വായിച്ചത് ഒരു ചേച്ചിക്ക് വയറിലെ മുഴ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായി അത് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ കണ്ടില്ല എന്നായിരുന്നു. എൻ്റെ അച്ഛനും സെയിം അസുഖം തന്നെയായിരുന്നു. അതായത് അച്ഛൻ്റെ ബ്രെയിനിൽ 2-3 മുഴയുണ്ടായിരുന്നു, പിന്നെ തൈറോയിഡ് ക്യാൻസറും ആയിരുന്നു. അപ്പം എനിക്കും വേറെ ഇപ്പം നിവൃത്തിയൊന്നും ഇല്ലാത്തതിനാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ അച്ഛൻ്റെ അസുഖം മാറും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു ഹിന്ദു ആയതിനാൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല എന്നെനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അറിഞ്ഞ അന്ന് തന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു തവണ നീ പോയിക്കോ എന്ന് ഒരു സമ്മതം കിട്ടിയപ്പോൾ ഞാൻ വേഗം ഓടിച്ചാടി ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഫസ്റ്റ് തന്നെ ഉടമ്പടി എടുത്തു, എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു. അങ്ങനെ അച്ഛൻ്റെ 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അടുത്ത സ്കാനിങ്ങിന് പോയപ്പോൾ ആ മുഴ 2ഉം കണ്ടില്ലായിരുന്നു. അതായിരുന്നു അന്നത്തെ എൻ്റെ സാക്ഷ്യം. ഇപ്പോൾ ഞാൻ ഇവിടെ 2ാമത് സാക്ഷ്യം പറയാൻ എത്തിയിരിക്കുന്നത്, ഞാൻ ഈ ആഗണ്ഡ ജപമാല റാലിയിൽ ഈ ഒക്ടോബർ 26 2025 ഒക്ടോബർ 26
ഉണ്ടായിരുന്ന അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എനിക്ക് പങ്കെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, കാരണം വീട്ടിൽ നിന്നുള്ള സമ്മതം കിട്ടുക പ്രശ്നമായിരുന്നു. എങ്കിലും വേണ്ടില്ല, ഞാൻ ട്രെയിന് ബുക്ക് ചെയ്തപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. എന്നിട്ട് പിന്നെ അതുമാത്രമല്ല, ജപമാല റാലിയുടെ തലേ ദിവസമൊക്കെ എനിക്ക് കലശലായ ഭയങ്കര വയറുവേദന, എന്തോന്നറിയില്ല, ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടാണോ വരുമോ ഹോസ്പിറ്റലിലേക്കാണോ പോകേണ്ടത്, എനിക്ക് സംശയമായിരുന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ അന്ന് രാത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. പക്ഷേ സ്റ്റേഷനിലെത്തിയതോടെ എൻ്റെ വയറുവേദനയൊക്കെ മാറി, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റിലായത് കാരണം സീറ്റൊന്നും കിട്ടിയില്ല. ഞങ്ങൾ കമ്പാർട്ട്മെൻറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇപ്പോൾ രാത്രി ഉറങ്ങാതെ ഇപ്പോൾ എങ്ങനെയാണ് ഈ 13 കിലോമീറ്റർ യാത്രയൊക്കെ നടത്തുക എന്നൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും അമ്മ മാതാവിൽ അത് എല്ലാം സമർപ്പിച്ച് ഇവിടെ വണ്ടി ഇറങ്ങി. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒരു കുഴപ്പമുണ്ടായിരുന്നു. നല്ല സുഖമായിട്ട് തന്നെ ജപമാല റാലിയിൽ പങ്കെടുത്തു. എൻ്റെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭാഗോടമ്പടി നടക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മാവനും തമ്മിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം വേണം, ഒരാൾക്ക് കൂടുതൽ സ്ഥലം വേണം, മറ്റൊരാൾക്ക് അതിനേക്കാൾ കൂടുതൽ സ്ഥലം വേണമെന്നൊരു തർക്കത്തിൽ 17 വർഷമായിട്ട് 2 വീടും അടുത്തടുത്താണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ ബന്ധുക്കളായിരുന്നിട്ട് പോലും വളരെ തീരെ സ്വരച്ചേർച്ചയില്ലാതെ ഇരിക്കുന്നൊരു 17 വർഷം, കുറേ കാലം. ഞാൻ കാണുമ്പോൾ തൊട്ടേ ഇത് തമ്മിലുള്ള വിഷയമാണ്. ഞാൻ കല്യാണം കഴിച്ച് വേറെ വീട്ടിലാണ്, എങ്കിലും നമ്മളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വരുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേര് ഞാൻ എന്ന് ചെന്നാലും അച്ഛൻ ഇതെടുത്തിടും, പിന്നെ നമുക്കവിടെ സമാധാനമില്ല. അപ്പം അത് കാരണം നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ പോലും എൻ്റെ വീട്ടിലേക്ക് പോകാതിരിക്കാൻ ചെയ്യാറ്, കാരണം ഇത് കാരണം ആ സമാധാനം ഇല്ലാണ്ടായി പോവുകയാണ്. അപ്പോൾ ആ ഒരു വിഷയമാണ്. അപ്പോൾ ഈ ജപമാല റാലിയുടെ മുന്നെയാണ് ആ സ്ഥലം അളവ് പറഞ്ഞിരുന്നത്. അപ്പം ഞാനാണ് ഈ ജപമാല റാലി കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് അവർക്ക് കൊടുത്ത്, എനിക്ക് ഒഴിവില്ല, ഈ ഒരു ഡേറ്റിന് മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജപമാല റാലിയുടെ പിറ്റേ ദിവസമാണ് ആ സ്ഥല അളവ്. അങ്ങനെ ജപമാല റാലിയിൽ ഈ നിയോഗം പ്രത്യേകം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവിടെ നിന്നുള്ള മണ്ണ് ഞാൻ കൊണ്ടുപോയിരുന്നു. ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, തൈലം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥലം അളവിൻ്റെ മുന്നേ ഞാൻ അവിടെ ഈ ഇവിടുത്തെ വിശ്വാസപ്രമാണം ചൊല്ലി ഇവിടുത്തെ മണ്ണിട്ടു, പിന്നെ ഉപ്പിട്ടു, പിന്നെ അളവ് കഴിയുന്നവരെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഈ ഞാൻ ചൊല്ലുന്നത് ഇവർക്ക് മനസ്സിലായിരുന്നു, എന്തൊക്കെ ഇവൾ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായി. അമ്മാവനും അവരൊക്കെ ഇവൾക്കെന്താ പ്രാർത്ഥന മൂത്ത് ഭ്രാന്തായ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലായി. അതൊന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് സ്വത്തും മുതലും അതുമല്ല വേണ്ടത്, നമുക്കൊരു സമാധാനമായിരുന്നു വേണ്ടിയിരുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ജപമാല റാലിയിൽ പങ്കെടുത്ത്. അളവ് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവസാനം ഒരു ചെറിയ സ്ഥലത്തിന് ഒരു കശപിശുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛന് ഭയങ്കര വാശി പിടിച്ച ആളാണ്. പക്ഷേ അച്ഛനത് വിട്ടുകൊടുത്തു, അത് സാരില്ല, അത് അവനെടുത്തോട്ടെ എന്ന് പറഞ്ഞു. അത്രയും മാതാവിൻ്റെ ശക്തിയാണ്, ആ ജപമാല റാലിയുടെ ശക്തിയാണത്. അവരുടെ മനസ്സ് പോലും 17 വർഷമായിട്ട് അവരുടെ മനസ്സ് മാറാതിരുന്ന, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതിരുന്ന അവർ ആ കിട്ടിയ സ്ഥലത്ത് അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. അത് വളരെയധികം നന്ദി. ഇപ്പം എനിക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു പ്രശ്നമില്ല, വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 13 വർഷമായി എൻ്റെ ശരീരത്തിൽ ചുവന്നടിച്ച കുരുക്കളും അതെപ്പോഴും ചൊറിഞ്ഞ് എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് നടക്കേണ്ട, ഒരു വർഷത്തിലൊരു 5-6 പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് നടക്കണം, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഉപയോഗിക്കാറുണ്ട്. അതുവഴി എൻ്റെ ആ അസുഖം പിന്നീട് വന്നിട്ടില്ല. പിന്നെയുള്ളത് എൻ്റെ ജോലിയിലെ കാര്യമാണ്. എൻ്റെ ജോലിയിൽ 6 മാസമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കണ്ടിന്യൂസ് സാങ്ഷൻ്റെ പ്രശ്നം. അപ്പോൾ അത് ഞാൻ ഉടമ്പടി ആരാധനയിൽ വയ്ക്കുകയും പിന്നെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ എപ്പോഴും ഞാനത് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ 6 മാസത്തെ ശമ്പളം ഇപ്പോഴും ശമ്പളം കിട്ടുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീടുള്ളത്, എനിക്ക് വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു നൃത്തം അഭ്യസിക്കണം എന്നുള്ളത്. പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ സാമ്പത്തികം അച്ഛനത്ര ഇല്ലാത്ത കാരണം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം പിന്നെയും ഒരു ടീച്ചറെടുത്ത് പോയി. പക്ഷേ ഒരിക്കലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല, ജോലിയുടെ തിരക്കുകാരും ബാക്കിയുള്ള പ്രശ്നങ്ങളും കാരണം. പക്ഷേ ഉടമ്പടി കഴിഞ്ഞ വഴി പിന്നെ എന്നും എനിക്ക് പോകാനായിട്ട് കഴിഞ്ഞു. പിന്നെ അരങ്ങേറ്റത്തിൻ്റെ അതുവരെ എത്തി. അപ്പോഴും അരങ്ങേറ്റത്തിന് 2 മാസം മുന്നേ എനിക്ക് വേരിക്കോസ് വെയിൻ്റെ പ്രശ്നം വന്ന് കാലിലാകെ നീരായി. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ ഇപ്രാവശ്യം അരങ്ങേറ്റത്തിന് ഉണ്ടാവില്ല വിചാരിച്ചു. പക്ഷേ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഓപ്പറേഷനൊക്കെ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയത്. അപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെയും പ്രാക്ടീസ് തുടങ്ങാനും 2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് അരങ്ങേറ്റം കുറിക്കാനും സാധിച്ചു. അതൊക്കെ അമ്മമാതാവിൻ്റെ വളരെയധികം ബ്ലെസ്സിങ് കൊണ്ടാണ്. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്
ഞാൻ ഇവിടുന്ന് എപ്പോഴും പോകുമ്പോൾ ഒരു 5 കെട്ട് പത്രമാണ് ഞാൻ വാങ്ങിക്കൽ. ഇവിടുന്ന് കിട്ടുന്ന പത്രം ബാക്കിയും കൂടി മൊത്തത്തിൽ 5 കെട്ട്, കാരണം അത്ര എനിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണമാണ്. പക്ഷേ ഈ പത്രമൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് തീർന്ന് പോവുകയാണ്. അതാണ് എൻ്റെ ഒരു വിഷയമുള്ളത്. കാരണം ഞാൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഹോസ്പിറ്റലിലേക്കാണ്, അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ രോഗികൾക്ക് കൊടുക്കുമ്പോഴും വഴിയിൽ കാണുന്നവർക്ക് കൊടുക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് തീർന്ന് പോകും. പിന്നെ അവരോട് പറയുമ്പോൾ ഞാൻ അവിടെ ഒരു വാർഡിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ വാർഡിലേക്ക് അവരെടുത്ത് ഈ പത്രം കൊടുക്കുമ്പോഴും അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ആദ്യം പ്രാർത്ഥിക്കാതെ അവിടെ വാർഡിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിന്നെ നിങ്ങളെ കാര്യം പറയുമ്പോൾ ദൈവം അത് കേൾക്കും. അങ്ങനെയാണ് ഞാൻ അവരോട് പ്രാർത്ഥിക്കാറ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരുടെയും എവിടെയാണോ രോഗസ്ഥലം എങ്കിൽ അവിടെ ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ നേഴ്സുമാരൊക്കെ കാണുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ രോഗചികിത്സാ കേന്ദ്രമല്ല, അത് ഞങ്ങൾ ചികിത്സിക്കുന്നുണ്ട്, നിങ്ങളിവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അതൊന്നും സാരമില്ല, എനിക്ക് വിഷമമില്ല. പക്ഷേ അവിടുത്തെ ബാക്കിയുള്ള രോഗികളെ കാണാൻ പറ്റിയില്ലല്ലോ, അവർക്ക് പത്രം കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമാണ് അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എനിക്കുണ്ടായിരുന്നത്. പിന്നെയുള്ളത് എൻ്റെ തിരിയിലൊക്കെ മാതാവും എപ്പോഴും തിരിയിൽ തിരുഹൃദയവും പ്രാവും കുരിശുരൂപവും ഒക്കെ വരാറുണ്ട്. ഒരു തവണ എൻ്റെ എൻ്റെ നീലത്തിരിയിൽ മാതാവ് വന്നിട്ടുണ്ട്. ആ മാതാവിനെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അങ്ങനെ എൻ്റെ ചെറിയമ്മയ്ക്ക് ICUവിൽ വളരെ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളൊരവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഈ ഉടമ്പടി തൈലൊന്ന് അവർക്ക് പുരട്ടി കൊടുക്കണം, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം രാത്രി അവരുടെ അടുത്ത് നിൽക്കാൻ പോയി. അങ്ങനെ കണ്ണൊന്നും തുറക്കാതിരുന്ന അമ്മയാണ്. ഞാൻ ഉടമ്പടി തൈലം ഉപ്പ് അവരുടെ ഇതിൽ വിട്ടു. പിന്നെ ആ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ആ രൂപം അത് അവരുടെ കിടക്കയുടെ അടിയിൽ ഞാൻ വെച്ചു. അതുപോലെ തന്നെ പത്രം അവരുടെ തലയിണയുടെ ബാക്കിൽ വെച്ചു. അതിനുശേഷം ഒരു 10 മിനിറ്റിന് ശേഷം അവർ കണ്ണ് തുറന്നു. പിന്നെ തീരെ സംസാരിക്കാതിരുന്ന അവർ സംസാരിച്ചു, എന്നെ അറിയാൻ തുടങ്ങി, ഓരോരുത്തർ തിരിച്ചറിയാൻ തുടങ്ങി. ഞാൻ ഒരു ദിവസം നിന്നുള്ളൂ, ഒരു രാത്രിയിലാണ് ചെന്ന്, അടുത്ത വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ പോന്നു. അപ്പോഴേക്കും എനിക്ക് അവരെ പിടിച്ചു നിർത്തി ഇരുത്താനായിട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞു. ഇപ്പം അമ്മ സുഖമായിട്ട് വീട്ടിൽ നിൽക്കുന്നു. കാരണം അത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞൊരു അമ്മയാണ്. നമ്മുടെ ഉടമ്പടി തൈലവും ഈ പത്രത്തിൻ്റെ ഒക്കെ അമ്മ മാതാവിൻ്റെ ശക്തി കൊണ്ടാണ് അവർ സുഖപ്പെടുത്തിയത്. പിന്നീടുള്ളത്, ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ മോനും ഒക്കെ ഉടമ്പടി തൈലം എക്സാമിൻ്റെ ടൈമിലായാലും അവർക്കൊക്കെ ഉടമ്പടി തൈലം തേച്ച് കൊടുക്കാറുണ്ട്. പിന്നെ കാശുരൂപം, അത് എനിക്ക് കിട്ടുന്നതല്ല, വേറെ കാശുരൂപമാണ്, അത് അവരുടെ പോക്കറ്റിൽ കുത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ എൻ്റെ മോന് കഴിഞ്ഞ CBSE 10th ബോർഡ് എക്സാമിൽ ഓൾ ഇന്ത്യയിൽ 9ാം റാങ്ക് ലഭിക്കുകയുണ്ടായി, 98.2%. നവോദയയിൽ ഓൾ ഇന്ത്യയിൽ 4ാം റാങ്കും കിട്ടി. അങ്ങനെ ഒരു വളരെ വലിയൊരു അനുഭവം. അതുവരെ അവന് അത്രയും ഒരു മാർക്ക് കിട്ടിയില്ല, 95%-ൻ്റെ മുകളിലൊരു മാർക്ക് കിട്ടിയിരുന്നില്ല. സ്കൂളിലൊന്നും നടത്തിയ പരീക്ഷയിൽ ആദ്യമായിട്ടാണ് 98.2% മാർക്ക് കിട്ടുന്നത്. അങ്ങനെ വലിയ അനുഭവം ഉണ്ടായി. പിന്നെ അതേപോലെ എൻ്റെ ബന്ധുക്കൾക്ക് ആവശ്യമുള്ള പ്രാർത്ഥന ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ജപമാല എന്നും ചെല്ലാറുണ്ട്. ഓരോ രഹസ്യത്തിലും ഓരോ കുടുംബത്തെ സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. എൻ്റെ കുടുംബത്തെ മാത്രമല്ല, എൻ്റെ ബന്ധുക്കളായുള്ളവരും എൻ്റെ ജോലി സ്ഥലത്തുള്ളവരും എല്ലാവരും, എനിക്കറിയാവുന്ന, എനിക്ക് വേദനകളാൽ വിഷമിക്കുന്ന, രോഗങ്ങളാൽ വിഷമിക്കുന്ന അവരെല്ലാം, എനിക്കറിയാവുന്ന എല്ലാം സമർപ്പിച്ചിട്ടാണ് ജപമാല ഞാൻ ചൊല്ലാറുള്ളത്. അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ എനിക്ക് പറ്റാറില്ല. ഞാൻ രാവിലെയും കുറച്ച് സമയം, രാത്രിയും കുറച്ച് സമയം, അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഈ കാശുരൂപം നമുക്ക് ആവശ്യമുള്ളവർ കൊടുക്കാറുണ്ട്. എൻ്റെ ആങ്ങൾ ഒരു തവണ എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ അവന് സാമ്പത്തികമായി കുറച്ച് പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ്റെ പേഴ്സിൽ നീ കാശുരൂപം വെക്കും, ഒരു ദിവസം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും എന്ന് പറഞ്ഞിട്ട് അവനൊരു കാശുരൂപം, ഞാനൊരു വെള്ളിയാഴ്ചയാണ് അവൻ ആ കാശുരൂപം കൊടുക്കുന്നത്. അടുത്ത വെള്ളിയാഴ്ച അവനൊരു ഭയങ്കര ആക്സിഡൻറ്റ് ഉണ്ടായി. അതായത് ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരു സ്കൂട്ടർ വന്നിട്ട് അവനെ ഇടിച്ച് തെറിപ്പിച്ചു. അവൻ ഡിവൈഡറിൽ പോയിട്ട് ഇടിച്ചു. തല അവിടെ വെച്ച് മുട്ടി അവൻ്റെ ബോധം പോയി. പക്ഷേ അവൻ്റെ കയ്യിൽ ആ കാശുരൂപം, ആ പേഴ്സിൽ ആ കാശുരൂപം, ഞാൻ തലയാഴ്ച കൊടുത്ത കാശുരൂപം ഉണ്ടായതുകൊണ്ട് അമ്മ മാതാവ് ഒരു പോറൽ പോലും ഇല്ലാതെ, ഒരു പുറത്ത് ഉള്ളിലൊന്നും ഒരു പ്രശ്നവും ഇല്ലാതെ അവനെ കാത്തുരക്ഷിച്ചു. ആ മാതാവിൻ്റെ ശക്തി അത്രയും വലുതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ, എൻ്റെ ജോലിയിലൊക്കെ ഭയങ്കര, ഞാൻ പ്രൊമോഷനായിട്ടാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയത്. അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആവാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എല്ലാ ഭാരങ്ങളും നമ്മളെ തലയിലാണ്, നമ്മളാണ് ഓരോ തീരുമാനം എടുക്കേണ്ടത്, അതിൻ്റെ എന്ത് ആഫ്റ്റർ എഫക്റ്റും നമ്മൾ തന്നെയാണ് അനുഭവിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു.
പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു പേടിയോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ദൈവമാതാവ് നമുക്ക് ശക്തി തരും. അതായത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തേജക മരുന്ന് കഴിക്കുന്ന ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. അത്രയും നന്നായിട്ടുള്ളൊരു ഫീലിംഗാണ് കിട്ടിയത്. കാരണം നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങളോട് നമ്മൾ എങ്ങനെയോ ചെയ്യുന്നു. അതായത് ഞാനിപ്പോൾ ചൂരൽമലയിൽ മുണ്ടക്കി ചൂരൽമലയിൽ പ്രശ്നമുണ്ടായിരുന്നു, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എൻ്റെ റെഗുലേറ്ററിൻ്റെ താഴേക്കാണ് ബോഡികളും മരങ്ങളും ഒക്കെ വന്നിരുന്നത്. അപ്പോൾ അവിടുന്ന് അത് എടുത്തു മാറ്റാനുള്ളൊരു നിയോഗം എനിക്കായിരുന്നു. ഞാനാണ് അവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. അപ്പം എനിക്ക് ആ NDRF ടീമിനെയും ഫയർഫോഴ്സ് ടീമിനെയും പോലീസ് ടീമിനെയും SP ടീമിനെയും എല്ലാം കൺട്രോൾ ചെയ്ത് ആ ഒരു പരിപാടി എന്നെക്കൊണ്ട് അറേഞ്ച് ചെയ്യാനും എന്നെക്കൊണ്ട് നേതൃത്വം നയിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഞാൻ അപ്പോൾ ഒന്നും ചിന്തിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് അപ്പോഴാണ് ആലോചിക്കുക. അതൊക്കെ ഉടമ്പടി എടുത്തതിൻ്റെ ഒറ്റ ബലം കൊണ്ടാണ് എനിക്കതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. ഏതായാലും ഇനിയും ഈ ആൾത്താരയിൽ കയറിയിട്ട് എനിക്കും ഇതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ സാക്ഷ്യങ്ങൾ പറയാൻ നിങ്ങളെ ദൈവം ശക്തരാക്കട്ടെ. ഈശോയ്ക്കും മാതാവിനും